ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന സങ്കീർത്തനം 80. ആട്ടിൻ കൂട്ടത്തെ പോലെ യോസേപ്പിനെ നടത്തിയവനായി ഇസ്രായേലിൻ്റെ ഇടയനായുള്ളോവേ ചെവി കൊള്ളണമേ. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. ഹല്ലേലൂയാ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനേ സ്തോത്രം. നിത്യപിതാവേ സ്തോത്രം. സ്വർഗീയ പിതാവേ സ്തോത്രം. ഹല്ലേലൂയാ. ജീവനെ തന്ന ദൈവമേ സ്തോത്രം. ജീവൻ്റെ ഉടമസ്ഥരെ സ്തോത്രം. നന്ദി കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ. യോസേപ്പിനെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടു. ദൈവം അവിടുന്ന് പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്ത് ഈജിപ്തിലേക്ക് അയച്ചു. അവിടെ പോത്തിഫാറിൻ്റെ വീട്ടിൽ അവൻ അടിമ വേലയായി ചെയ്തു. അവിടെ അവനെ പോത്തിഫാറിൻ്റെ ഭാര്യ മോശമായി അവൻ്റെ അടുത്ത് പെരുമാറിയപ്പോൾ അവൻ അവിടുന്ന് ഓടി. അവനെ പിടിച്ച് കാരാഗൃഹത്തിലിട്ടു. അവിടെ ഇരുന്ന് യോസേപ്പ് നിലവിളിക്കുകയാണ്, ദൈവമേ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്തിനാ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ രക്ഷിക്കുക കർത്താവേ എന്ന്. സ്വർഗത്തിൽ ദൈവം അവിടുന്ന് ഉയർത്തി. ഹല്ലേലൂയാ. അവിടുന്ന് വിടുവിച്ച് ആ രാജ്യത്തിലേക്ക് അവനെ അധിപതിയാക്കി. ഹല്ലേലൂയാ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവ് നീതിയുള്ള ദൈവമാണ്. ഏത് പാതാളത്തിലും ഏത് കാരാഗ്രഹത്തിലും യോന മീൻ്റെ വയറ്റിൽ ഇത് നിലവിളിച്ചു, അയ്യം വിളിച്ചു. ദൈവമേ വേണ്ട, ദൈവം രക്ഷിച്ചു. ഹല്ലേലൂയാ. എവിടെ പോയി കിടന്നാലും ഏത് മൂലയിൽ കിടന്ന് നിലവിളിച്ചാലും സ്വർഗത്തിൽ ദൈവം നമ്മളെ രക്ഷിക്കും. ദൈവമക്കളെ, നമ്മുടെ ദൈവം പ്രകാശിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയാ. നമ്മുടെ ദൈവം സത്യവാനാണ്. ഹല്ലേലൂയാ. സ്തോത്രം. നമ്മുടെ കർത്താവ് സ്നേഹമുള്ള ദൈവമാണ്. ഈ രാവിലെ നേരം ഈ വചനം ധ്യാനിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.